ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു JM ജേണി. മൂന്നാല് അപ്ഡേറ്റുകളാണ് നമുക്ക് പറയാനുള്ളത്. പ്രധാനപ്പെട്ട മഹാഭാരതം, രാമായണം അടക്കമുള്ള സിനിമകളുടെ അപ്ഡേറ്റുകൾ പറയാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ആദ്യം തന്നെ തുടരും സിനിമയുടെ അപ്ഡേറ്റിൽ തുടങ്ങാം. കാരണം നാളെ സിനിമ റിലീസാണ്. ആക്ച്വലി ഇത് അപ്ഡേറ്റ് അല്ല, അതിനെക്കുറിച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന് എന്ന് പറയുന്നത്, മോഹൻലാലിന് വേണ്ടി തരുൺ മൂർത്തി മാറണ്ട, മോഹൻലാൽ മാറിക്കോളും എന്ന് നമ്മുടെ ആന്റണി ചേട്ടൻ തരുൺ മൂർത്തിയോട് പറഞ്ഞിട്ടുള്ളതിനെ കുറിച്ച്. അതായത് തരുൺ മൂർത്തിയുടെ ഇന്റർവ്യൂസ് എല്ലാം ഇപ്പൊ ഭയങ്കര രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഒരു മഴയത്ത് കാലിരിക്കുന്ന സമയത്ത് മറ്റേ ഫേസ്ബുക്ക് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തോണ്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ട്രോളുകളൊക്കെ കാണുമ്പോൾ ഇവനോട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും തോണ്ടി തുടങ്ങിയ സംഭവങ്ങളുണ്ടല്ലോ. അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല രസമാണ് കേൾക്കാൻ. ലാലേട്ടനെ കുറിച്ച് പൊതുവെ ഇപ്പോ ആദ്യം ലൂസിഫർ ചെയ്യുന്ന സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ കേൾക്കാൻ നല്ല രസമാണ്. ഇന്റർവ്യൂസ് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക. എന്തായാലും തരുണിന്റെ ലോകത്തേക്ക് മോഹൻലാൽ എന്ന നടനെ കൊണ്ടുവന്നാൽ മതി എന്ന ആന്റണി ചേട്ടന്റെ വാക്കുകളാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് എന്നാണ് പറയുന്നത്. കാരണം ആദ്യം സിനിമ ചെയ്യാൻ പോകുന്ന സമയത്ത് പല ആളുകളും ലാലേട്ടനെ കാണുമ്പോൾ അത് സ്വാഭാവികമാണ്, ആ ഒരു ഓറ, ലാലേട്ടനുള്ള ആരാധന, അതിന്റെയൊക്കെ കാരണം കൊണ്ട് ഒരു ഫാൻ ബോയ് മൊമെന്റ് വരുമ്പോ പിന്നീട് ലാലേട്ടന് വേണ്ടി ഡയറക്ടേഴ്സ് മാറുന്ന ഒരു അവസ്ഥ പല സിനിമകൾക്കും വന്നിട്ടുണ്ട്. അത് സിനിമയെ ബാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെയ്യരുത്. തരുൺമൂർത്തി ആയിട്ടിരിക്കുക. ആ ഡയറക്ടറുടെ ലോകത്തേക്ക് ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ കൊണ്ടുവരിക. വ്യക്തിപരമായി അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം അവിടെ കാണിക്കാതിരിക്കുക എന്നുള്ള രീതി ആന്റണി ചേട്ടൻ അത് പറയുകയും അത് പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിപ്പോ വലിയ രീതിയിൽ ചർച്ചകളാവുന്നുണ്ട്. കാരണം അത്തരത്തിൽ നല്ലൊരു കാര്യമാണ്. ഒരു ഏത് നടനാണെങ്കിലും അത് സംവിധായകന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറാൻ കഴിയണം. അപ്പോഴാണ് നല്ല നടനാവുന്നതാണ് എന്റെ വിശ്വാസം, പേഴ്സണൽ ഒപ്പീനിയൻ. അടുത്തത്, റിലീസ് ഡേറ്റ് മാറ്റിയ സമയത്ത് എനിക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്. ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയ സമയത്ത് ലാലേട്ടൻ ഇത് അറിഞ്ഞിട്ട് എന്നെ വിളിച്ചു. അത് തരുൺമൂർത്തി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, നമുക്ക് എല്ലാ പരിപാടികളും ഓപ്പറേറ്റ് ചെയ്യാം, നല്ല പടമല്ലേ നമ്മൾ ചെയ്തു വച്ചേക്കുന്നത്, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നേ എന്നാണ് ചോദിച്ചത് എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് തരുൺമൂർത്തിക്ക് ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ്സും ആ ഒരൊറ്റ ഫോൺ കോളിൽ പുള്ളി മാറ്റിക്കൊടുത്തു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു നടൻ ഏതൊക്കെ രീതിയിലാണ് ഇൻവോൾവ് ആവണമെന്ന് അറിയിക്കണം. വെറുതെ അഭിനയിച്ച് പോവുക മാത്രമല്ല, ഏതൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ നിന്ന് നല്ല പടമാണെങ്കിൽ അത് എൻകറേജ് ചെയ്ത്, ഡയറക്ടർ വരെ ഡൗൺ ആവുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഒന്ന് പുഷ് ചെയ്ത് ഒന്ന് മേക്കപ്പ് ചെയ്തെടുത്ത്, അത് ഭയങ്കര രസമാണ്. ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. അപ്പൊ ആ കാര്യത്തിലൊക്കെ ലാലേട്ടൻ ഭയങ്കരമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞ വാക്കുകളാണ് പ്രധാനം. അതായത് നമുക്ക് എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ശേഷം നല്ല പടമല്ലേ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത്, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത് എന്ന് ചോദിച്ചു. നല്ല പടമാണ് എന്നുള്ള വിശ്വാസം പുള്ളിക്കാരനുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. എന്തായാലും 25-ാം തീയതി 10 മണിക്കാണ് ആദ്യ ഷോ. കണ്ടിരിക്കും, റിവ്യൂ ഇട്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, കത്തനാർ എന്ന് പറഞ്ഞ സിനിമ. കത്തനാർ ഞാൻ എല്ലാ സമയത്തും പറയുന്ന ഒരു കാര്യമാണ്. ഒതുങ്ങിയിരുന്നു കൊണ്ട് അത് പതുങ്ങിയിരുന്ന് ചാടി പുറപ്പെടാൻ പോകുന്ന ഒരു പുലിയെ പോലെ. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല നല്ല പറഞ്ഞത്. അത്തരത്തിൽ കത്തനാർ എന്ന് പറഞ്ഞതിന്റെ ഒരൊറ്റ ഗ്ലിംസ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. പല രീതിയിൽ കത്തനാർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിനോട് സീരിയൽ കണ്ടിട്ടും അല്ലാതൊക്കെ നമുക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു സിനിമയായിട്ട് വരുമ്പോൾ എന്താണെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഗ്ലിംസ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ചെറിയ പരിപാടിയൊന്നും അല്ല, ഭയങ്കരമായിട്ടുള്ള മേക്കിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും കത്തനാർ 90% കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് റിപ്പോർട്ട്, 95% ഓഫ് ദ ഷൂട്ട് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. 12 days ഓഫ് ഷൂട്ട് റിമൈനിങ്. 12 ദിവസം കൂടി ഉണ്ട്. എ ഫോറിൻ ഷെഡ്യൂൾ ഈസ് പ്ലാൻഡ്. അത് എന്തിനാണെന്ന് അറിയില്ല, എന്തിലാകട്ടെ. ദ ടീം ഈസ് ഓൾസോ ലുക്കിംഗ് ഫോർ എ പ്രോമിനന്റ് ക്യാമിയോ റോൾ ഇൻ ദ ഫിലിം. പ്രോമിനന്റ് ക്യാമിയോ, ഓക്കെ, അത് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ലേ. ലൈക്ലി ബിഗംസ് ഓർ സംവൺ ഫ്രം തമിഴ്. ബിഗംസ് വരാൻ ചാൻസ് ഇല്ല, someone from തമിഴ് സാധ്യതയുണ്ട്. പ്ലാനിങ് സെപ്റ്റംബർ ഓർ ഒക്ടോബർ 2025 റിലീസ് എന്നും പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബറിൽ ഒക്ടോബർ റിലീസിനെ കുറിച്ച് ഇതിനു മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വലിയൊരു ക്യാമിയോ ഉണ്ടാവും എന്ന് പറഞ്ഞതിനെ കുറിച്ച് പല രീതിയിൽ സംസാരങ്ങൾ കേട്ടിരുന്നു. പക്ഷെ മലയാളത്തിൽ ഒരു നടന്റെ പേരൊന്നും കേട്ടിട്ടില്ല. കമൽഹാസൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന രീതിയിൽ ആദ്യമേ കേട്ടിട്ടുണ്ടായിരുന്നു. എത്രമാത്രം കറക്റ്റ് ആണെന്നും അറിയില്ല. കമൽഹാസൻ ഒരു പ്രധാന റോളിൽ വരും എന്ന രീതിയിൽ തന്നെയാണ് കേട്ടിരുന്നത്. ബട്ട് എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അടുത്തത്, കാർത്തിക് സുബ്ബരാജ് റെട്രോ മൂവിക്ക് ശേഷം ശിവകാർത്തികേയനുമായി ഒരുമിക്കുന്നു. ശിവകാർത്തികേയൻ ആൻഡ് കാർത്തിക് സുബ്ബരാജ് ഇൻ ടോക്സ് ഫോർ നെക്സ്റ്റ് ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ആൻഡ് ആ വാർത്ത വന്നിരിക്കുന്നത് ആസ് വെർ ദ ലേറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കണ്ടറിയാം. ശിവകാർത്തികനായിട്ടാണ് അടുത്ത മൂവി ചെയ്യാൻ പോകുന്നത്. അത് ഏകദേശം ഫിക്സ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളടക്കം പല ആളുകളും ഇതിനു മുമ്പേ ഇത് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് പൊളി, പൊപ്പൊളി, ഒരേ പൊളി. എന്താണെന്നല്ലേ, ലോർഡ് ഓഫ് ദി റിങ്സ് പോലെ ട്രയോളജി ആയി നിൽക്കാൻ ഒരു സാധ്യതയില്ല. അത് വേറൊരു കാര്യം. മഹാഭാരതം ചെയ്യാൻ എന്റെ അണ്ടറിൽ വരുന്ന പ്രൊഡക്ഷൻ ഒരുങ്ങുകയാണ്. പറഞ്ഞിരിക്കുന്നത് ആരാണ്? എന്റെ വലിയ ഡ്രീമാണ് മഹാഭാരതം സ്ക്രീനിൽ കാണുക എന്നുള്ളത്. പറഞ്ഞിരിക്കുന്നത് ആരാണ്? ആമിർ ഖാൻ. ആമിർ ഖാന്റെ ബാനറിലുള്ള പ്രൊഡക്ഷൻ ടീം മഹാഭാരതം ഒരു ട്രയോളജി പോലെ എന്നാണ്. ട്രയോളജി 3 പടത്തിലൊന്നും ഒരിക്കലും നിൽക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മഹാഭാരതം അതുപോലെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ 3 ഇതിൽ കൊള്ളുന്ന പോലെ അത്ര എന്താ പറയാ പ്രിസൈസ് ആയിട്ട് അത് അവർ പ്ലാൻ ചെയ്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ മഹാഭാരതം പോലെ സാധനം എങ്ങനെ അങ്ങനെ ചെയ്യും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ വിഷനിൽ നടക്കുന്ന പരിപാടി എന്ന രീതിയിലൊക്കെ എടുക്കേണ്ടി വരും. എന്തായാലും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ മുഴുവനായിട്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല. ലോർഡ് ഓഫ് ദ റിംഗ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ സിനിമയാണെന്ന് അറിയാം. അപ്പൊ അതായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എന്ത് ലോർഡ് ഓഫ് ദ റിംഗ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിം. ഇപ്പോഴും അതിനൊക്കെ വെച്ച് വെക്കാൻ ഒരു സിനിമ എന്റെ മനസ്സിൽ എന്തോ വേറൊരു പടം വന്നിട്ടില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമയാണ്. അതിന്റെ കഥ എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, മേക്കിംഗ് സ്റ്റൈൽ, അയ്യോ എന്ത് ജാതി പടമാണ്. ആ ഡ്വാർഫ് ടീമിനെ കാണിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ. അപ്പൊ എന്തായാലും മഹാഭാരതം അങ്ങനെ വരികയാണെങ്കിൽ വേറെ പൊളിയായിരിക്കും. ആരായിരിക്കും കർണൻ? ആരായിരിക്കും ഇദ്ദേഹം? എന്തായാലും പ്രധാന റോളിൽ ചെയ്യും എന്നുള്ള ഉറപ്പാണ്. ആരാണ് കർണൻ എന്നാണ് പ്രധാനമായിട്ട്? ആരാണ് അർജുനൻ? ആരാണ് ഭീമൻ? ആരാണ് യുധിഷ്ഠിരൻ? എത്ര ചോദ്യം. ദ്രൗപദി, കൗരവർ ആരായിരിക്കും? എന്തിലാവട്ടെ. അടുത്തിലേക്ക് പോവുകയാണെങ്കിൽ രാമായണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാമായണം കാസ്റ്റിനെ കുറിച്ച് ഒരു സംഭവം വന്നിട്ടുണ്ട്. അതായത് രൺബീർ കപൂർ നായകനായിട്ട് വരുന്ന, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ രാമനായിട്ട് അഭിനയിക്കുന്നതുകൊണ്ടൊക്കെ നമ്മൾ ഓൾറെഡി ഇതിനെ കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞാണ്ട് പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ബോളിവുഡ് മെൻഷൻ. അതിലാണ് വന്നിരിക്കുന്നത് രാമായണ കാസ്റ്റ്. ആ കാസ്റ്റ് എന്താണ് നമുക്ക് നോക്കാം. 1, രൺബീർ കപൂർ ആസ് ലോർഡ് രാമനായിട്ട് രൺബീർ കപൂർ. സീത ആയിട്ട് ആരായിരിക്കും? സായ് പല്ലവി ആസ് സീത. രവി ദുബെ ആസ് ലക്ഷ്മൺ. ഇതിൽ കാണുമ്പോൾ അടിപൊളിയാണ്. യശ് ആസ് രാവണ യശ് പൊളിയായിരിക്കും. സീരിയസ്ലി അത് കിഡിലൻ ക്യാരക്ടറായിരിക്കും. ഇത് ഓൾറെഡി അറിഞ്ഞാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം. രഘുൽ പ്രീത് സിംഗ് ആസ് ശൂർപ്പണക. പക്ക. സണ്ണി ഡിയോൾ ആസ് ലോർഡ് ഹനുമാൻ. കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. ബോബി ഡിയോൾ ആസ് കുംഭകർണ. കുംകാരനായിട്ട് പറ്റുമായിരിക്കും. അടുത്തത് ലാറ ദുട്ട എന്തോ ആയിക്കോട്ടെ ആസ് പ്രിൻസസ് കൈകേയി. വിജയ് സേതുപതി ആസ് വിഭീഷണ. ശിശിർ ശർമ്മ ആസ് ഋഷി വസിഷ്ഠ. കുനാൽ കപൂർ ആസ് ഇന്ദ്രദേവ്. കുണാൽ കപൂർ ആണ് ഇതിൽ. കുണാൽ കപൂറിന്റെ ഉദ്ദേശിച്ചത്. ഇന്ദിര കൃഷ്ണ ആസ് കൗശല്യ. അത് പൊളി ക്യാരക്ടറായിരുന്നു. അരുൺ ഗോവിൽ ആസ് കിങ് ദശരഥ്. കിയാറ സദ് ആസ് യങ് സീതയായിട്ട് കിയാറ സദില്. അതാരാണ് ആ ക്യാരക്ടർ? എനിക്ക് അറിയില്ല. അപ്പൊ ഇത്രയും കഥാപാത്രങ്ങളാണ് ഇത് തന്നിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത് 1 രാവണനായിട്ട് വരുന്നത് യശ്. അത് പൊളി സാധനമായിരിക്കും. രവി ദുബെ ലക്ഷ്മൺ കുഴപ്പമില്ല. സീത സായ് പല്ലവി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട്. സായ് പല്ലവി നല്ല നടിയാണ്, അല്ലെന്നല്ല. പക്ഷെ സീത ആകാൻ വേറെയും നല്ല ഓപ്ഷൻസ് ഉണ്ട്. രാമനായിട്ട് രൺബീർ കപൂർ കുഴപ്പമില്ല. കാരണം അത് ആദ്യം മുതലേ കേട്ടിട്ട് നമുക്കത് അക്സെപ്റ്റബിൾ ആയി. വേറെ പ്രശ്നം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. വിജയ് സേതുപതി വിഭീഷണ കുഴപ്പമില്ല. വിജയ് സേതുപതി നൈസ് ആയിരിക്കും. അതുപോലെ കൗശല്യ, ഇന്ദിര കൃഷ്ണ കൗശല്യ അടിപൊളിയായിരിക്കും. ഇതൊക്കെ ബെസ്റ്റ് ചോയ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ രാമായണം ഒക്കെ വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ആദിപുരുഷ് പോലുള്ള സിനിമകളാണ്. അതിനപ്പുറത്തേക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന, ആ മിത്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് ഒരുപാട് നല്ല രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന സിനിമയായി, വലിയ ബിഗ് ബഡ്ജറ്റ് ഫിലിമായി, വലിയ സ്കെയിലിൽ ചെയ്യാൻ പറ്റുന്ന സിനിമകൾ തന്നെയാണ്. അതൊക്കെ തൊടുമ്പോൾ ഈ ആദിപുരുഷ ചെയ്ത പോലെ തോന്നിവാസം കാണിച്ചു വെക്കരുത്. കാരണം ഇത്രയും വലിയ
ഇപ്പോ വിശ്വാസികൾക്കാണെങ്കിൽ അത് വിശ്വാസപരമായി കാണുന്ന ഒരു കാര്യം, അല്ലാത്തവർക്ക് വലിയൊരു ചരിത്രം പോലെ അവർ കാണുന്ന കാലം, എന്തായാലും ഒരു ഹീറോയിക് പരിവേഷമുള്ള ആളുകൾ, ദൈവികമായിട്ട് കാണുന്ന ആളുകൾ ഒക്കെ ഇത്ര പല പെർസ്പെക്റ്റീവിൽ ഇതിനെ കണക്കാക്കുന്ന ആളുകളുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വലിയൊരു എന്താ പറയാ ഒരു ഈ മഹാഭാരതമൊക്കെ പോലെ വലിയൊരു വിശ്വാസത്തിന്റെയും അല്ലെങ്കിൽ വലിയൊരു കാഴ്ചപ്പാടുണ്ട് ഈ ഇതിനെക്കുറിച്ചൊക്കെ. അത് ഹിന്ദു വിശ്വാസികൾക്ക് അല്ലാത്തവർക്ക് പോലും ഇന്ത്യൻ ഒരു ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വലിയ രീതിയിൽ ആളുകൾക്ക് നല്ല അടുപ്പം തോന്നുന്ന ചരിത്രങ്ങളാണ് ഇതിലുള്ളത്, അല്ലെങ്കിൽ കഥകളാണ് ഇതിലുള്ളത്, അല്ലെങ്കിൽ മിത്താണ് ഇതിലുള്ളത്. അപ്പോ അതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പൊ രാമനെ കുറിച്ചുള്ള കാര്യങ്ങളും രാവണനെ കുറിച്ചാണെങ്കിലും സീതയാണെങ്കിലും ലക്ഷ്മണനാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം മുന്നോട്ട് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും കാണിച്ചു ഓക്കെ വെറുതെ അങ്ങോട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്യരുത്. ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വൃത്തിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളോട് ഒരു ഏകദേശമെങ്കിലും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അത് ചെയ്യാൻ കാണിക്കുക. വൃത്തിക്ക് ചെയ്യുക, അതാണ് സത്യത്തിൽ പറയുന്നത്. വൃത്തിക്ക് ചെയ്യുക. വെറുതെ രാവണനെ കൊണ്ടുവന്നിട്ട് കൊളാക്കി വെക്കാതെ 10 തലയൊക്കെ തോന്നുന്ന പോലെ മറ്റേ ആർക്കായിരുന്നു ആദിപുരുഷിൽ ചെയ്ത പോലെയൊക്കെ ചെയ്യാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. വരച്ചു വെച്ച പോലെ കഥാപാത്രങ്ങളാക്കാതിരിക്കുക, കുറച്ച് റിയലിസ്റ്റിക് ആക്കാൻ ശ്രമിക്കുക. ഇനി മഹാഭാരതത്തിലേക്കാണെങ്കിൽ ഓഫ്കോഴ്സ് രാമായണം ഗ്രേറ്റ്, പക്ഷെ അതിനും അപ്പുറത്തേക്ക് മഹാഭാരതത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട്. അത് മഹാഭാരതത്തിന്റെ ഒരു ബേസിക് കഥ അറിയാത്ത ഒരു മനുഷ്യനും ഇല്ല. അത് പാണ്ഡവന്മാരാണെങ്കിലും അല്ല ഇനിയിപ്പോ കർണനും ആ പക്ഷമാണെങ്കിലും ദുര്യോധനനാണെങ്കിലും ആരാണെങ്കിലും ഭീമന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള ആ ഒരു ബുക്കൊക്കെ വായിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. അതെങ്കിലും വായിച്ചിട്ടുള്ള ആളുകളുണ്ട്. അത് ഭീമസേനൻ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ, അയാൾ എങ്ങനെയായിരുന്നു, അയാൾ കർണൻ എങ്ങനെയാണ് കണ്ടത്, തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി കർണനാണെങ്കിൽ കർണൻ എല്ലാവർക്കും അറിയാം, ഒരു സാക്രിഫൈസ്, ത്യാഗി എന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഹീറോയിക് പരിവേഷം പിന്നീട് കിട്ടിയിട്ടുള്ള ഒരാളാണ് കർണൻ. മഹാഭാരതത്തിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡോട് കൂടിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ കർണന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട്. ആൻഡ് എന്നെ സംബന്ധിച്ചും എന്റെയും ഫേവറേറ്റ് ക്യാരക്ടർ കർണനാണ്. സോ മഹാഭാരതമൊക്കെ തൊടുമ്പോൾ അത്രയും ശ്രദ്ധിച്ച് മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ലോർഡ് ഓഫ് ദി റിങ്സ് പോലെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വിഷൻ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല ബഡ്ജറ്റ് വരും, ഏത് രീതിയിലേക്ക് ഒരു ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതും മഹാഭാരതത്തിന് വേണ്ടി തന്നെയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് രാമായണം സിനിമയിൽ കാണാനാണോ മഹാഭാരതം സിനിമയിൽ കാണാനോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് നിങ്ങളുടെ ഗസ്സിൽ ആരായിരിക്കും കർണൻ, ആരായിരിക്കും അർജുനൻ, ആരായിരിക്കും ഭീമൻ എന്നുള്ളതൊന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. താങ്ക് യു.